കള്ളപ്പണ കേസിൽ പ്രതിയാകുന്ന ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. രാഷ്ട്രീയ രംഗത്ത് സുതാര്യത വേണമെന്ന് പറയുന്ന CPMന് കള്ളപ്പണത്തിന്റെ കാര്യത്തിൽ സുതാര്യതയില്ല. 2023 CPMന്റെ കണക്കിൽപ്പെടാത്ത 25 അക്കൗണ്ടാണ് കണ്ടെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കണക്ക് കൃത്യമല്ലെന്നും കൊച്ചിയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് ഈ തരത്തിൽ കള്ളപ്പണ കേസിൽ പ്രതികളാക്കപ്പെടുന്നത്. കേരളത്തിലെ CPM നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവരുടെ നേട്ടങ്ങളും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 തവണ തുടർച്ചയായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് മാത്രം കിട്ടുന്ന പാർട്ടിയായിട്ട് CPM മാറി. അതിൻ്റെ കൂട്ടത്തിലാണ് പുതിയൊരു പൊൻതൂവൽ കൂടെ കിട്ടിയിരിക്കുകയാണ് കള്ളപ്പണ കേസിൽ പ്രതികളാക്കപ്പെടുന്ന പാർട്ടി എന്നുള്ളത്. 2023 മാർക്സിസ്റ്റ് പാർട്ടി സമർപ്പിച്ച കണക്കനുസരിച്ച് കണക്കുകളിൽ ഉൾപ്പെടാത്ത 25 അക്കൗണ്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശ്ശൂരിലെ വിവിധ ഏരിയ കമ്മിറ്റികളുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ഒക്കെ പേരിൽ തൃശ്ശൂരിലെ വിവിധ ബാങ്കുകളിൽ സഹകരണ സംഘങ്ങളിൽ നിലവിലുള്ളതായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഈ കണക്കുകൾ മാർക്സിസ്റ്റ് പാർട്ടി നൽകിയിട്ടുള്ള ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തിയില്ല?